कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः। श्री सीतालक्ष्मण भरत शत्रुघ्न हनुमल समेत श्रीरामचन्द्रस्वामिने नमः। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാന്ഡം 3-ാം സർഗത്തിൽ ഏത് ഭാഗത്താണ് നിർത്തിയത് വെച്ചാൽ ഈ രാവണൻ്റെ മെസ്സഞ്ചർ വന്നുല്ലോ, അല്ലേ, ഒരു ദൂതൻ വന്നുല്ലോ, ശുകൻ എന്ന് പറഞ്ഞ്. ശുകനെ വാനന്മാർ കൊല്ലാൻ ഭാവിച്ചപ്പോൾ ശുകൻ കരഞ്ഞുകൊണ്ട് കൊല്ലരുതെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ ശുകനെ വധിക്കരുതെന്ന് വാനന്മാരോട് പറഞ്ഞു എന്ന് പറയും നമ്മൾ നിർത്തിയത്. 55 പുനരംബരമാസാദ്യ ശുക സുഗ്രീവമബ്രവീത് ബ്രൂഹി രാജൻ ദശഗ്രീവം കിം വക്ഷ്യാമി വ്രജാമ്യഹം. പുനഃ അംബരമാസാദ്യ, പിന്നെയും ശുകൻ ആകാശത്തിന് നിന്നിട്ട് വാനന്മാരോട് കൊല്ലരുത് പറഞ്ഞുല്ലോ, അപ്പോൾ ധൈര്യമായി. എന്നിട്ട് ശുകൻ പറഞ്ഞ സുഗ്രീവം അബ്രവീത്, ശുകൻ ആ രാവണൻ്റെ ദൂതനെ സുഗ്രീവനോട് പറഞ്ഞു ശുകൻ. രാജൻ ദശഗ്രീവ കിം അഹം വക്ഷ്യാമി, ഹേ രാജാവേ, ദശഗ്രീവനോട് ഞാൻ എന്താ ചെന്ന് പറയേണ്ടത്? ഞാനൊരു ദൂതനല്ലേ, ഞാൻ ഇനിയിപ്പോൾ എന്താ തിരിച്ചെന്ന് പറയേണ്ടത്? വ്രജാമി, ഞാൻ പോവുകയാണ്, എന്താ പറയേണ്ടത് ഞാൻ തിരിച്ച്? രാവണൻ ഇങ്ങോട്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇല്ലേ, ഇനി ഞാൻ അവിടെ ചെന്ന് എന്താ പറയേണ്ടതെന്ന് ദൂതനായ എന്നോട് പറയൂന്ന് പറഞ്ഞു സുഗ്രീവനോട്. ആരാ? ശുകൻ. പുനരംബരമാസാദ്യ ശുക സുഗ്രീവമബ്രവീൽ ബ്രൂഹി രാജൻ ദശഗ്രീവം കിം വക്ഷ്യാമി, ഞാൻ എന്താ പറയേണ്ടത്? വ്രജാമ്യഹം, ഞാൻ പോവുകയാണ്. സുഗ്രീവ ഉവാച, അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, യഥാ ബാലി മമ ഭ്രാത തഥാ ത്വം രാക്ഷസാധമ ഹന്തവ്യസ്ത്വം മയാ യത്നാൽ സപുത്രബലവാഹനം. എന്താ പറയാൻ പറഞ്ഞറിയോ? രാക്ഷസാധമ, ഈ രാക്ഷസന്മാരിൽ അധമനായിട്ടുള്ളവനെ, അങ്ങനെയാണ് സംബോധന ചെയ്യണത്. ആര്? സുഗ്രീവൻ. യഥാ മമ ഭ്രാത ബാലി ഹന്തവ്യ, എടാ രാക്ഷസാധമ, എൻ്റെ സഹോദരനായിട്ടുള്ള ബാലി എപ്രകാരം നിഗ്രഹിക്കപ്പെട്ടുവോ, തഥാ സപുത്രബലവാഹനഹത്വം, അപ്രകാരം പുത്രന്മാരോടും സൈന്യങ്ങളോടും വലിയ വാഹനങ്ങളൊക്കെ കൂടിയിട്ടുള്ള നീയും യത്നാൽ ഹന്തവ്യ, പണിപ്പെട്ടും ഹനിക്കപ്പെടും, നിന്നെയും ഞങ്ങളെ എത്ര വിഷമിച്ചാലും കൊല്ലും എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. എടാ രാക്ഷസാധമ, എൻ്റെ ഏട്ടനായിട്ടുള്ള ബാലിയെ, എൻ്റെ ഭാര്യ അപഹരിച്ചു എൻ്റെ ഏട്ടനായിട്ടുള്ള ബാലി. അത് കാരണം ബാലി എപ്രകാരം നിഗ്രഹിക്കപ്പെട്ടുവോ അതുപോലെ തന്നെ എൻ്റെ സ്വാമിയുടെ, അതായത് ശ്രീരാമൻ്റെ ഭാര്യയെ അപഹരിച്ച നീയും നിൻ്റെ പുത്രന്മാരും സൈന്യവും ഒക്കെ എങ്ങനെയായാലും നിഗ്രഹിക്കപ്പെടാൻ യോഗ്യന്മാരാണ് എന്ന് പോയി പറഞ്ഞോളാൻ പറഞ്ഞു. എൻ്റെ ഏട്ടൻ എൻ്റെ ഭാര്യയെ അപഹരിച്ചപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് കൊന്നത് ബാലി, അതുപോലെ തന്നെ ഭഗവാന്റെ ഭാര്യ നീ അപഹരിച്ചില്ലേ, അപ്പം നീയും എൻ്റെ ഏട്ടൻ നിഗ്രഹിക്കപ്പെട്ട പോലെ സർവ്വസൈന്യത്തോടും കൂടി നിഗ്രഹിക്കപ്പെടാൻ യോഗ്യനാണ് എന്ന് പോയി പറയാൻ പറഞ്ഞു. അതാണ് സുഗ്രീവൻ പറഞ്ഞ കേട്ടോ. യഥാ ബാലി മമ ഭ്രാത തഥാത്വം രാക്ഷസാധമ ഹന്തവ്യസ്ത്വം മയാ യത്നാൽ സപുത്രബലവാഹന. പിന്നെയോ ബ്രൂഹിമേ രാമചന്ദ്രസ്യ ഭാര്യാം ഹൃത്വാ ക്വ യാസ്യസി തതോ രാമാജ്ഞയാ ധൃത്വാ ശുകം ബദ്ധ്വാന്വരക്ഷയത്. മേ രാമചന്ദ്രസ്യ ഭാര്യാം ഹൃത്വ, എൻ്റെ രാമചന്ദ്രൻ്റെ ഭാര്യയെ അപഹരിച്ചിട്ട് ക്വ യാസ്യസി, നീ എവിടെ പോകും, ഇതൊക്കെ പറയുന്നുണ്ട് എന്ന് ബ്രൂഹി പറഞ്ഞാലും. എന്താ പറയണറിയോ? എൻ്റെ സ്വാമിയായിട്ടുള്ള രാമചന്ദ്രൻ്റെ ഭാര്യയെ അപഹരിച്ചിട്ട് നീ എവിടെ പോയി രക്ഷപ്പെടുന്ന എന്ന് ഞാൻ ചോദിച്ചതായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അതാണ് ബ്രൂഹിമേ രാമചന്ദ്രസ്യ ഭാര്യാം ഹൃത്വ, രാമചന്ദ്രൻ്റെ ഭാര്യയെ അപഹരിച്ചിട്ട് അല്ലേ ക്വയാസ്യസി, എവിടെ രക്ഷപ്പെടാൻ പറ്റും? തതോ രാമാജ്ഞയാ ധൃത്വ, പിന്നെയോ തതഹ രാമൻ്റെ ആജ്ഞപ്രകാരം രാമാജ്ഞയാൽ ശുകം ബദ്ധ്വ അന്വരക്ഷയ, ശുകനെ ബന്ധിച്ചു രക്ഷിപ്പിച്ചു.
ശുഗനെ കെട്ടിയിട്ട് അപ്പം തന്നെ പൊക്കോളാൻ പറഞ്ഞു. അതെന്താ അറിയോ, ഇങ്ങനെ സുഗ്രീവൻ പറഞ്ഞു, എൻ്റെ സ്വാമിയായിട്ടുള്ള രാമചന്ദ്രൻ്റെ ഭാര്യയെ അപഹരിച്ചിട്ട് നീ എവിടെ പോയിട്ട് രക്ഷ പ്രാപിക്കാം എന്നാണ് വിചാരിക്കണേ എന്ന് ഞാൻ ചോദിച്ചതായിട്ട് പറയൂ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ്റെ കൽപ്പന പ്രകാരം തന്നെ സുഗ്രീവൻ വാനരന്മാരോട് ശുഗനെ പേരിനൊന്ന് ബന്ധനത്തിലാക്കി കാവലിരുന്ന് രക്ഷിപ്പാൻ പറഞ്ഞ ആ വിധം ചെയ്യിച്ചു. അതായത് സുഗ്രീവനെ സുഗ്രീവനെ രാമനിൽ നിന്ന് അകറ്റാനാണ് ശ്രമിച്ചത്. അപ്പോൾ സുഗ്രീവൻ ഉത്തമ മിത്രല്ലേ ഭഗവാന്റെ. അതുകൊണ്ട് സുഗ്രീവനെ ഒന്നും പറ്റരുതെന്ന് രാമനുണ്ട്. അപ്പോൾ ശുഗന്, അതായത് സുഗ്രീവൻ്റെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് സുഗ്രീവനെ സേവ പിടിച്ച് രാമനിൽ നിന്ന് അകറ്റാം എന്നായിരുന്നു ഈ ശുഗൻ്റെ ഒരു ഉദ്ദേശം വരുമ്പോഴേ. അതായത് രാവണൻ്റെ ഈ ദൂതനായിട്ടുള്ള ശുഗൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സുഗ്രീവനെ സേവ പിടിച്ച് സുഗ്രീവനെ ബ്രെയിൻ വാഷ് ചെയ്ത് രാമൻ്റെ മിത്രം അല്ലാതാക്കി തീർക്കുക എന്നായിരുന്നു ശുഗൻ്റെ ഉദ്ദേശം. അങ്ങനെയുള്ളൊരു വഞ്ചന ചെയ്ത കുറ്റത്തിന് ശുഗനെ ഇപ്പം തിരിച്ചയക്കണ്ട, അവനെ ബന്ധനത്തിലാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ബന്ധനത്തിലിട്ടു. അതായത് ജയിലിട്ടു, പോവാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ്, അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. തതോ രാമാജ്ഞയ, രാമൻ തന്നെ പറഞ്ഞു, ധൃത്വാ ശുകം ബദ്ധ്വാന്വരക്ഷയാത്. അങ്ങനെ രാമൻ പറയാൻ എന്താ കാരണം, അവനെ കെട്ടിട്ടോളൂ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ തന്നിൽ നിന്ന് സൂത്രത്തിൽ വന്ന് സുഗ്രീവനെ അകറ്റാനാണ് ശുഗൻ ശ്രമിച്ചതേ. അതായത് ഞങ്ങളുടെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ തന്നിൽ നിന്ന് ബോധപൂർവം അകറ്റാൻ വേണ്ടി വന്ന ഒരു തെറ്റാണ് ചെയ്തത്. മിത്രങ്ങളെ തമ്മിൽ തല്ലിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു സൂത്രം മനസ്സിൽ ചീത്ത ഉദ്ദേശത്തോടു കൂടിയാണ് ശുഗൻ ഇത് ചെയ്തതെന്ന് മനസ്സിലായപ്പോൾ അവനെ വിടണ്ട, കെട്ടിട്ടോളാൻ പറഞ്ഞു എന്ന്. ബ്രൂഹിതേ രാമചന്ദ്രസ്യ ഭാര്യാം ഹൃത്വാ ക്വയാസ്യസി തതോ രാമാജ്ഞയാ ധൃത്വാ ശുകം ബദ്ധ്വാന്വരക്ഷയത്. 58-59. ശാർദൂലോപി തതഃപൂർവം ദൃഷ്ട്വാ കപിബലം മഹദ് യഥാവൽ കഥയാമാസ രാവണായ സ രാക്ഷസ ദീർഘചിന്താപരോ ഭൂത്വാ നിശ്വസന്യാസമന്ദിരേ. എന്താ അറിയോ, തതഃ പൂർവം, ഇതിനു മുമ്പ് തന്നെ ശാർദൂലിനും മഹത് കപിബലം ദൃഷ്ട്വ, മഹത്തായിട്ടുള്ള ഈ വാനര സൈന്യത്തെ കണ്ടിട്ട് യഥാവത് രാവണായ കഥയാമാസ, അതായത് രാവണനോട് പറഞ്ഞു, സ രാക്ഷസ, ആ രാക്ഷസൻ ദീർഘചിന്താപര ഭൂത്വ, അധികം ആലോചിക്കുന്നവനായിട്ട് ഒരുപാട് ആലോചിച്ചിട്ട് നിശ്വസൻ മന്ദിരേ ആസ, നിശ്വസിച്ചുകൊണ്ട് മന്ദിരത്തിലിരുന്നു. അപ്പം ഈ വാനര സൈന്യം എത്ര വലുതാണ് ഈ വാനര സൈന്യം എന്ന് കണ്ടറിയാനായിട്ട് ഇതിനു മുമ്പ് തന്നെ രാവണൻ ശാർദൂലൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരനെ അയച്ചേർന്നു. അവൻ ഈ വാനര സൈന്യത്തിൻ്റെ വലിപ്പം കണ്ടറിഞ്ഞ ശേഷം രാവണനോട് അത് പറഞ്ഞു പോയിട്ട്, അത് കേട്ടിട്ട് രാവണൻ ശുഗൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ വലിയൊരു വാനരപ്പട ഉണ്ടെന്നും ഈ വാനരപ്പടയുടെ കേമത്വവും ഒക്കെ പിന്നെ വേറൊരു ശാർദൂലൻ എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസനെ ഇതിനു മുമ്പ് എന്നെ അയച്ചിട്ട് ഈ ശുഗൻ മടങ്ങി എത്രേനോ മുമ്പ് എന്നെ മനസ്സിലായി എത്ര ബലവാന്മാരാണ് ഈ വാനരന്മാരെന്ന്. അതുകൊണ്ട് രാവണൻ അത് കേട്ടിട്ട് ചിന്താപരവശനായിട്ട് ദീർഘശ്വാസം വിട്ട് രാജധാനിയിൽ ഇരുന്നു എന്ന് പറയുകയാണ്. ശുഗൻ പോയിട്ടില്ല കേട്ടോ, ശുഗനെ കെട്ടിയിട്ടിറക്കല്ലേ. പക്ഷെ അതിന് മുമ്പ് തന്നെ ശാർദൂലൻ പറഞ്ഞ രാക്ഷസനെ അയച്ചിട്ട് ഈ വാനരന്മാരും വാനര സൈന്യവും ചില്ലറയില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ചിന്താവിഷ്ടനായിട്ടിരിക്കുകയാണെന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ശാർദൂലോപി തതഃപൂർവം ദൃഷ്ട്വാ കപിബലം മഹദ് യഥാവൽ കഥയാമാസ രാവണായ സ രാക്ഷസ ദീർഘചിന്താപരോ ഭൂത്വ, ചിന്താവിഷ്ടനായി നിശ്വസന്നാസമന്ദിര, ദീർഘനിശ്വാസം ഇട്ടിരുന്നു രാജധാനിയിൽ. ഇനി 60, 61, 62, 63, പിന്നെ ഈ 59 ഒരു വരിയുണ്ട് കേട്ടോ. തഥാ സമുദ്രമാവേക്ഷ്യ രാമോ രക്താന്തലോചന. ഇനി 60. പശ്യ ലക്ഷ്മണ ദുഷ്ടോസൗ വാരിധിർ മാം ഉപാഗതം നാഭിനന്ദതി ദുഷ്ടാത്മാ ദർശനാർത്ഥം മമാനഖ ജാനാതി മാനുഷോയം മേ കിം കരിഷ്യതി വാനരൈ അദ്യ പശ്യ മഹാബാഹോ
ശോഷയിഷ്യാമി വാരിധിം പാദേനൈവ ഗമിഷ്യന്തി വാനരാः വിഗതജ്വരാः ഇത്യുക്ത്വാ ക്രോധതാമ്രാക്ഷ ആരോപിതധനുർധര തൂണീരാദ്ബാണമാദായ കാലാഗ്നിസദൃശപ്രഭം സന്ധായ ചാപമാഗൃഹ്യ രാമോ വാക്യമഥാബ്രവീത്. ഇനി കഥ മുമ്പിലേക്ക് പോവുകയാണ്. എന്താ അറിയുമോ? തഥ സമുദ്രം ആവേക്ഷ്യ, സമുദ്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കിയിട്ട്, സമുദ്രത്തിനെ നോക്കിയിട്ട് രക്താന്തലോചന, ചുമന്ന കണ്ണുകളോട് കൂടിയ രാമൻ, അതായത് സമുദ്രത്തിനെ നോക്കിയിട്ട് ചുവന്ന കണ്ണോട് കൂടിയ രാമൻ എന്താ ചെയ്തത്? പശ്യ ലക്ഷ്മണ, ലക്ഷ്മണ നോക്കൂ, ദുഷ്ട അസൗ വാരിധി, ഈ ദുഷ്ടനായിട്ടുള്ള ഈ സമുദ്രം, വാരിധി സമുദ്രം, സമുദ്രം ഉപാഗതം മാം ന അഭിനന്ദതി, അടുത്ത് വന്നിരിക്കണ എന്നെ ആദരിക്കണില്ല. ഞാൻ അടുത്തു വന്നു സമുദ്രത്തിൻ്റെ, ഈ ദുഷ്ടനായിട്ടുള്ള സമുദ്രം എന്നെ നോക്കൂ, അവഗണിച്ചു, നോക്കണില്ല, അഭിനന്ദിക്കണില്ല. അനഘ ഹേ പരിശുദ്ധ ദുഷ്ടാത്മാ ദർശനാർത്ഥം ന ആയാതി, ഈ ദുഷ്ടമനസ്സോടു കൂടിയവൻ എന്നെ സൽക്കരിക്കാൻ അല്ലെങ്കിൽ എന്നെ കണ്ടു നടിക്കണില്ല, ദർശിപ്പാനായി വരുന്നില്ല എന്നാണ്. അതായത് ദർശിക്കാൻ വരുന്നില്ല. അയം മാനുഷ, ഈ മനുഷ്യൻ വാനരൈഹി മേ കിം കരിഷ്യതി ഇതി ജാനാതി, വാനന്മാരെ കൊണ്ട് എന്നെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള നാട്യത്തിലാണ് സമുദ്രം. ഈ വാനന്മാരെ എങ്ങനെ എന്നെ കടക്കും, എന്നോട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് സമുദ്രത്തിന് നാട്യെന്ന്. മഹാബാഹോ ഹേ വീര അദ്യ വാരിധിം ശോഷയിഷ്യാമി പശ്യ, ഞാനിപ്പോൾ ഈ സമുദ്രത്തെ വെള്ളം വറ്റിപ്പിക്കാൻ പോവുകയാണ്. ശോഷയിഷ്യാമി വെച്ചാൽ പിന്നെന്താണ്, വറ്റിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. കാരണം സമുദ്രത്തിൻ്റെ വലിപ്പം കുറയ്ക്കുക അല്ലെങ്കിൽ വിസ്താരം കുറയ്ക്കുക വെച്ചാൽ എന്താ, വറ്റിക്കുക. ഇപ്പം തന്നെ ഞാൻ അദ്യ വാരിധിം, വേഗം ഞാൻ ഈ വാരിധിയെ ശോഷിപ്പിക്കുകയാണെന്ന്, കണ്ടോളൂ, ഞാൻ വറ്റിക്കാം. വാനരാഹ വിഗതജ്വരാഹ പാതേന ഏവ ഗമിഷ്യതി, അങ്ങനെ വറ്റിച്ചാൽ വാനന്മാർക്ക് ഒരു ഭയവും ഇല്ലാതെ നടന്നിട്ട് ഇത് അക്കരയ്ക്ക് പോവാം. ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് ക്രോധതാമ്രാക്ഷം, നല്ല ചുമന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള രാമൻ, ആരോപിത ധനുർധര, ഞാൻ വലിച്ചു കെട്ടിയ ധനുസിനെ, അതായത് ധരിച്ചവനായിട്ട് ഞാൻ വലിച്ചു കെട്ടി. അതങ്ങോട്ട് ദേഷ്യം വന്നു സമുദ്രത്തിനോട്, സമുദ്രത്തിലേക്ക് അമ്പെയ്യാനായിട്ട് വെള്ളം വറ്റിക്കാൻ. ധനുസിനെ ധരിച്ച് തൂണീരാത് ബാണം ആദായ, എന്നിട്ട് എന്താണ് ഇതിന്ന് ആവനാഴിന്ന് ബാണം എടുത്തിട്ട് കാലാഗ്നി സദൃശപ്രഭം സന്ധായ, കാലാഗ്നിക്ക് തുല്യമായ പ്രഭയോട് കൂടിയതാക്കിയിട്ട് ആ ബാണത്തിനെ വലിച്ച് മുറുക്കി ചാപം ആകർഷ്യ, വില്ലിനെ ആകർഷിച്ചിട്ട് അധ രാമ വാക്യം അബ്രവീത്, സമുദ്രത്തിനോട് പറയുകയാണ് രാമൻ. എന്താ അറിയോ, രാമൻ അടുത്ത് ചെന്നു. അപ്പോൾ സമുദ്രത്തിന് അറിയാം, ഇപ്പോൾ വരുണദേവനെ അറിയാം, ഭഗവാന് സമുദ്രം കടക്കണം ഈ വാനന്മാരെയും കൂട്ടിയിട്ട്, എന്നിട്ട് ലങ്കയിൽ പോയി രാവണനെ നിഗ്രഹിച്ച് സീതയെ. പക്ഷേ സമുദ്രത്തിനൊരു കൂസലുണ്ടായില്ല. അതാണ് രാമൻ ദേഷ്യം വന്ന്. അതിനുശേഷം രാമൻ സമുദ്രത്തെ ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, സമുദ്രത്തിൻ്റെ ഒരു അഹങ്കാരം നോക്കൂ, ദുഷ്ടനായിട്ടുള്ള ഈ സമുദ്രം അടുത്ത് വന്നിരിക്കണ എന്നെ കണ്ടു എന്ന് പോലും നടിക്കണില്ല. ഹേ പരിശുദ്ധ, എന്നെ ഇങ്ങോട്ട് കാണാൻ വരണമില്ല. വരുണദേവനെ, സമുദ്രത്തിൻ്റെ ദേവനെ, എന്നെ സൽക്കരിക്കുകയെ അല്ലെങ്കിൽ കണ്ടു നടിക്കുകയെ ആദരിക്കുകയോ ഒന്നും ചെയ്യണില്ല വരുണദേവൻ. ഹേ പരിശുദ്ധ, അപ്പോൾ വരുന്നില്ല. മനുഷ്യനായി ഇവൻ വാനരന്മാരോടുകൂടി എന്നെ എന്താപ്പം ചെയ്യാന്നുള്ള നാട്യ അഹങ്കാരമാണ് വരുണദേവന്. ഓ, ഒരു മനുഷ്യനാണല്ല ശ്രീരാമൻ. ഈ വാനരന്മാരോട് കൂടിയിട്ട് അവരെ എന്നെ എങ്ങനെ അക്കരയ്ക്ക് കിടക്കുന്നു എന്ന് കാണണമല്ലോ എന്നുള്ള പോലത്തെ അഹങ്കാരത്തോട് കൂടിയിട്ട് ഈ മനുഷ്യനായിട്ടുള്ള ഇവൻ വാനരന്മാരോട് എന്നെ ഇപ്പം എന്താ ചെയ്യുക എന്ന് വിചാരിക്കുന്നുണ്ട് ഈ വരുണദേവൻ. ഹേ വീര, ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഇപ്പം തന്നെ ഞാൻ സമുദ്രത്തെ വറ്റിച്ച് മുഴുവൻ വറ്റിക്ക് ഞാൻ കണ്ടോളൂ. അപ്പം പിന്നെ വാനരന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടന്നിട്ട് സമുദ്രം കടക്കാലോ എന്ന് പറഞ്ഞ് കോപം കൊണ്ട് കലങ്ങി മറിഞ്ഞ കണ്ണുകളോട് കൂടിയിട്ടുള്ള ശ്രീരാമൻ ഞാണ് വലിച്ച് കെട്ടിയിട്ടുള്ള വില്ല എടുത്തിങ്ങോട്ട് പിടിച്ചു. ആവനാഴിന്ന് അമ്പെടുത്തു. കാലാഗ്നിക്ക് തുല്യമുള്ള പ്രഭയോടുകൂടിയ
പിന്നെ അമ്പിനെ വില്ലിൽ തൊടുത്തു. ഞാൻ വലിച്ചു പിടിച്ചു. എന്നിട്ട് രാമൻ ഇപ്രകാരം പറഞ്ഞു. അതായത് സമുദ്രത്തിനെ അമ്പെയ്യാൻ തയ്യാറായിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് കേട്ടോ. തഥാ സമുദ്രമാവേക്ഷ്യ, സമുദ്രത്തിനടുത്ത് വന്നിട്ട് രാമോ രക്താന്തലോചന, ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകൾ, പശ്യ ലക്ഷ്മണ ദുഷ്ടോസൗ വാരിധിർമാമുപാഗതം, ഞാൻ അടുത്ത് വന്നിട്ട് നാഭിനന്ദതി, എന്നെ ആദരിക്കണില്ല, അഭിനന്ദിക്കണില്ല, ദുഷ്ടാത്മാ ദർശനാർത്ഥം മമാനഖ, എന്നെ കണ്ടിട്ട് കണ്ടു നടിക്കണില്ല എന്ന്. ദുഷ്ടാത്മാവാണ് ഈ വാരിധിന്ന്, അതായത് സമുദ്രം. ജാനാതി മാനുഷോയം മേ കിം കരിഷ്യതി വാനരൈ, ഇയാളൊരു മനുഷ്യൻ വാനരന്മാരോട് എന്നോട് എന്തു ചെയ്യും? അദ്യ പശ്യ മഹാബാഹോ, അങ്ങനെ നാട്യെന്ന്, അതുകൊണ്ട് ഞാൻ ശോഷയിഷ്യാമി വാരിധിം, ഈ സമുദ്രത്തിനെ ഞാൻ ശോഷിപ്പിക്കും, ചാൽ വറ്റിക്കും. പാതേനൈവ ഗമിഷ്യന്തി വാനരാഹ വിഗതജ്വര, എന്നാൽ പിന്നെ കാൽനടയായിട്ട് വാനന്മാർക്ക് സമുദ്രം കടക്കാലോ. ഇത്യുക്ത്വ, എന്നിട്ട് ഇതും പറഞ്ഞ് ക്രോധ താമ്രാക്ഷ, ചുമന്ന കണ്ണുകളോട് കൂടിയ, ക്രോധം കൊണ്ട് ചുമന്ന കണ്ണുകളോട് കൂടിയ രാമൻ ആരോപിത ധനുർധര, വില്ല് വലിച്ചെടുത്തു, കെട്ടി. തൂണീരാത് ബാണമാതായ, വലിച്ചു കെട്ടിയിട്ട് കാലാഗ്നി സദൃശ പ്രഭം സന്ധായ ചാപമാകൃഷ്യ, കാലാഗ്നിക്ക് തുല്യമായിട്ടുള്ള ചാപം അതിൽ വലിച്ച് നീട്ടി, വലിച്ചു കെട്ടി. രാമോ വാക്യം അഥാബ്രവീത്, അങ്ങനെ വാരിധി, അതായത് സമുദ്രത്തിനെ അമ്പെയ്യാൻ റെഡിയായിട്ട് രാമൻ ഇപ്രകാരം പറഞ്ഞു. പശ്യന്തു സർവഭൂതാനി രാമസ്യ ശരവിക്രമം, ഇദാനീം ഭസ്മസാൽ കുര്യം സമുദ്രം സരിതം പതിം. രാമസ്യ ശരവിക്രമ, രാമൻ്റെ ബാണശക്തിയെ, അതായത് രാമൻ്റെ അമ്പിൻ്റെ ശക്തി ഉണ്ടല്ലോ. സർവഭൂതാനി പശ്യന്തു, എല്ലാവരും കാണട്ടെ ഇന്ന് രാമൻ്റെ ബാണത്തിൻ്റെ ശക്തി. സരിതാം പതി, ഈ നദികളുടെ ഭർത്താവായ സമുദ്രത്തെ, എല്ലാ നദികളുടെയും ഭർത്താവായ, എല്ലാ നദിയും ചെന്ന് ചേരണ സമുദ്രത്തിലല്ലേ, അതുകൊണ്ടാണ് നദികളുടെ നാഥനായ സമുദ്രത്തെ ഇദാനീം ഭസ്മസാൽ കുര്യാം, ഇപ്പം ഞാൻ ഭസ്മാക്കും. അത്ര ദേഷ്യം വന്നു ശ്രീരാമൻ. എന്താ പറഞ്ഞത്? രാമൻ്റെ ശരശക്തിയെ, അതായത് രാമൻ്റെ അമ്പിൻ്റെ ഈ ശക്തിയെ സകല ജീവജാലങ്ങളും സകല ഭൂതങ്ങളും കാണട്ടെ. അനേക നദികൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ സമുദ്രത്തെ ഞാനിതാ ഇപ്പം തന്നെ ഭസ്മമാക്കാനാണ് ഭാവിക്കണ എന്ന് പറഞ്ഞു. പശ്യന്തു സർവഭൂതാനി രാമസ്യ ശരവിക്രമം ഇദാനീം ഭസ്മസാൽ കുര്യം സമുദ്രം സരിതാം പതിം. ഏവം ബ്രുവതി രാമേതു സ ശൈലവനകാനന ചചാല വസുധാദ്യൗശ്ച ദിശശ്ച തമസാവൃതാഃ ചുക്ഷുഭേ സാഗരോ വേലാം ഭയാദ്യോജനമത്യഗാൽ തിമിനക്രജഷ മീനാഹ പ്രതപ്താഹ പരിതത്രസു. അപ്പം എന്താണ്ടായേ? രാമേ ഏവം ബ്രുവതീത്തു, രാമൻ ഇങ്ങനെ ഇങ്ങോട്ട് പറയണ സമയത്ത് തന്നെ സ ശൈലവന കാനന വസുധ, മലകളും കാടുകളും അടങ്ങിയ ഭൂമിയും ദ്യൗച ആകാശവും ചചാല, എല്ലാവരും പേടിച്ചു വിറച്ചു. ഈ ഭൂമിയും ആകാശവും വിറച്ചുന്ന്. ദിശഹ തമസ ആവൃത, ദിക്കുകൾ മുഴുവൻ അന്ധകാരം കൊണ്ട് മൂടി. സാഗരഹ ഭയാത്, സമുദ്രം പേടിച്ചിട്ട് ചുക്ഷുഭേ, പേടിച്ചിട്ട് അങ്ങോട്ട് അലയടിക്കാൻ തുടങ്ങി. പേടികൊണ്ട് ക്ഷോഭിച്ചു സമുദ്രം. വേലാം യോജനം മത്യാഗത്, കരയിലേക്ക് വെള്ളം അടിച്ചു കയറി. പേടിച്ചിട്ടാണ് സമുദ്രം, പേടിച്ചിട്ട് ക്ഷോഭിച്ചിട്ടേ കരയിലേക്ക് ഒരു യോജനയൊക്കെ അടിച്ചു കയറി വെള്ളം. തിമിനക്രജഷ മീനാഹ, തിമിംഗലവും മുതലയും വലിയ വലിയ മത്സ്യങ്ങളും പ്രതപ്താഹ പരിതത്രസു, ഏറ്റവും പേടിച്ചവരായിട്ട് കണ്ടപ്പെട്ടു. അവരൊക്കെ എല്ലാവരും സർവ്വജീവജാലങ്ങളും, സമുദ്രത്തിലെ സർവ്വജീവജാലങ്ങളും ഭഗവാന്റെ ക്രോധം കണ്ടിട്ടേ രാമൻ ഇപ്രകാരം അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഭൂമിയും അതിലത്തെ മലകളും വൃക്ഷങ്ങളും കാടുകളും ഒക്കെ ഇളകി മറിഞ്ഞു. ആകാശം കുലുങ്ങി, ദിക്കുകളിലെല്ലാം ഇരുട്ട് വ്യാപിച്ചു. സമുദ്രോ ഭയം കൊണ്ട് കലങ്ങി മറിഞ്ഞു. സമുദ്രം കരയിലൊക്കെ വലിയ തിരമാളകൾ അടിച്ച് കര ഭക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ടോ
പിന്നെ സമുദ്രജലം വറ്റിത്തുടങ്ങി, ഇങ്ങനെ വറ്റി 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 പോണു. അതായത് വെള്ളമില്ലാതെ ഇല്ലേ ഭഗവാൻ ഇപ്പോൾ ഭസ്മം മുഴുവൻ വെള്ളമില്ലാണ്ടാക്കാനാണ് പോണേ. വറ്റി 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 1 യോജനോളം വറ്റിപ്പോയി എന്നാണ്. 1 യോജനോളം തിര അടിച്ചു എന്നല്ല കേട്ടോ, 1 യോജനോളം വറ്റിപ്പോയി. ഏത് ഭഗവാന്റെ ഇതുകൊണ്ട് 1 യോജനോളം വറ്റിപ്പോയി. അങ്ങനെ വെള്ളമില്ലാതെ വന്നപ്പോൾ ഈ മത്സ്യങ്ങളും അതിൽ ജീവിക്കണ ജലജീവികൾ മുഴുവൻ പരിഭ്രാന്തരായിട്ട് ഓടി നടക്കാൻ തുടങ്ങി. കാരണം വെള്ളം കുറഞ്ഞു 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 വരുന്നു അവർക്ക്. അപ്പം എല്ലാവർക്കും പേടിച്ച്, എല്ലാ ജലജീവികളും പേടിച്ച് പരിഭ്രാന്തരായിട്ട് ഓടി നടക്കാൻ തുടങ്ങി ഭഗവാന്റെ ഇത് കണ്ടപ്പോൾ. ഭൂമിയും ആകാശവും കുലുങ്ങി പറഞ്ഞില്ലേ, പിന്നെ കടൽ കലങ്ങി മറിഞ്ഞു, വെള്ളം അങ്ങനെ കുറേശ്ശെ ഭഗവാൻ ഇത് പറഞ്ഞ ഉടനെ വറ്റാൻ തുടങ്ങി. അപ്പോൾ ജലജീവികളൊക്കെ പരിഭ്രാന്തരായി. ഏവം ബ്രുവതി രാമേതു സ ശൈലവന കാനന ചചാലവസുധാ ദൗശ്ച ദിശശ്ച തമസാവൃതാഃ ചുക്ഷുഭേ സാഗരോ വേലാം ഭയാദ്യോജനമത്യഗാൽ തിമിനക്ര ജഷ മീനാഹ പ്രതപ്താഹ പരിതത്രസു. ഇനി നമുക്ക് 4 ശ്ലോകം ഒന്നിച്ചാണ്, സാരം അതും കൂടി ചേർന്നിട്ടാം. ഏതസ്മിന്നന്തരേ സാക്ഷാൽ സാഗരോ ദിവ്യരൂപദൃക് ദിവ്യാഭരണസമ്പന്ന സ്വഭാസാഭാസയൻ ദിശഃ സ്വാന്തസ്ഥ ദിവ്യരത്നാനി കരാഭ്യം പരിഗൃഹ്യ സഹ പാദയോഹ പുരത ക്ഷിപ്ത്വാ രാമസ്യോപായനം ബഹു. എങ്ങനെ അറിയോ? ഏതസ്മിൻ അന്തരേ, ഇതിനിടയിൽ സാഗര സാക്ഷാൽ ദിവ്യരൂപദൃക് സമുദ്രം പ്രത്യക്ഷമായിട്ടുള്ള ദിവ്യരൂപം ധരിച്ചിട്ട് വരുണനായിട്ട് തന്നെ, ദിവ്യാഭരണ സമ്പന്ന ദിവ്യമായ ആഭരണങ്ങളോട് കൂടിയവനും സ്വഭാസ ദിശാഭാസയൻ തൻ്റെ കാന്തി കൊണ്ട് ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവനും സ്വാന്തസ്ഥ ദിവ്യരത്നാനി തൻ്റെ ഉള്ളിലുള്ള സമുദ്രത്തിലുള്ള ദിവ്യരത്നങ്ങളെ കരാഭ്യം പരിഗൃഹ്യ കരത്തിൽ പിടിച്ചുകൊണ്ട് രാമസ്യ പാദയോഹ പുരത രാമൻ്റെ പാദങ്ങളിൽ ബഹുപായനം ക്ഷിപ്ത്വ കാഴ്ച വെച്ചിട്ട് എന്നാണ് ഇതിൽ വരെ പറഞ്ഞത് കേട്ടോ. അതായത് ഈ സമയത്ത് ഭഗവാൻ ഇങ്ങനെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അമ്പും പിടിച്ചിട്ട് അയക്കാൻ തയ്യാറായി നിന്നപ്പോൾ തന്നെ വെള്ളം വറ്റി തുടങ്ങി പറഞ്ഞില്ലേ. അപ്പോൾ ഭഗവാൻ രാമചന്ദ്രൻ ഇങ്ങനെ സമുദ്രത്തിനെ വറ്റിക്കാൻ ഭാവിക്കുമ്പോഴേക്കും സമുദ്രം ദിവ്യസ്വരൂപം ധരിച്ച് പ്രത്യക്ഷനായിട്ട് ദിവ്യ ആഭരണങ്ങളൊക്കെ ധരിച്ച് സ്വന്തം കാന്തി കൊണ്ട് ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് സമുദ്രദേവൻ തൻ്റെ ഉള്ളിലുള്ള ദിവ്യരത്നങ്ങളെയൊക്കെ 2 കൈകളിലും ധരിച്ച് ശ്രീരാമ പാതാരവിന്ദങ്ങളിൽ പല കാഴ്ചദ്രവ്യങ്ങളും സമർപ്പിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി ദണ്ഡ നമസ്കാരം ചെയ്യുന്നത് അടുത്തേലാട്ടോ. ഏതസ്മിന്നന്തരേ സാക്ഷാൽ സാഗരോ ദിവ്യരൂപധൃക് ദിവ്യാഭരണ സമ്പന്ന സ്വഭാസാഭാസയൻ ദിശഃ സ്വാന്തസ്ഥ ദിവ്യരത്നാനി കരാഭ്യം പരിഗൃഹ്യ സഹ പാദയോഹ പുരത ക്ഷിപ്ത്വാ രാമസ്യോപായനം ബഹു. എന്നിട്ട് രാമൻ്റെ കാൽക്കൽ കാഴ്ച വെച്ചിട്ടോ ദണ്ഡവൽപ്രണിപത്യാഹ രാമം രക്താന്തലോചനം ത്രാഹി ത്രാഹി ജഗന്നാഥ രാമത്രൈലോക്യ രക്ഷക. എന്നിട്ടോ ദണ്ഡനമസ്കാരം ചെയ്തു. ദണ്ഡവത് പ്രണിപത്യാഹ അതായത് ചുവന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള രാമനെ ദണ്ഡവത് പ്രണിപത്യ രക്താന്തലോചനായിട്ടുള്ള രാമനെ ദണ്ഡനമസ്കാരം ചെയ്ത് പ്രാർത്ഥിച്ചു. ത്രാഹി ത്രാഹി ജഗന്നാഥ രാമ ത്രൈലോക്യ രക്ഷക, ഹേ ത്രൈലോക്യ രക്ഷക രാമ രക്ഷിച്ചാലും രക്ഷിച്ചാലും ജഗന്നാഥ രക്ഷിച്ചാലും എന്ന് പറഞ്ഞു. ഹേ ജഗന്നാഥ രാമ ത്രൈലോക്യ രക്ഷക ത്രാഹി ത്രാഹി പറഞ്ഞ രക്ഷിച്ചാലും രക്ഷിച്ചാലും. ദണ്ഡവൽ പ്രണിപത്യാഹ രാമം രക്താന്തലോചനം ത്രാഹി ത്രാഹി ജഗന്നാഥ രാമ ത്രൈലോക്യ രക്ഷക. ജഡോഹം രാമതേ സൃഷ്ടഃ സൃജതാ നിഖിലം ജഗൽ സ്വഭാവമന്യഥാ കർത്തും കശക്തോ ദേവനിർമ്മിതം. എന്നിട്ട് പറഞ്ഞു പിന്നെ നിഖിതം ജഗത് സൃജത, ഈ ഹേ രാമ സമസ്ത ലോകത്തെ സൃഷ്ടിക്കുന്ന അങ്ങയാൽ അഹം ജഡഃ സൃഷ്ട, ഞാൻ ജഡനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ദേവനിർമ്മിതം സ്വഭാവം, ദേവനാൽ നിർമ്മിക്കപ്പെട്ട സ്വഭാവത്തെ അന്യഥാ കർത്തും ശക്തം
ഇത് മറ്റൊരു വിധത്തിൽ വെക്കാൻ എനിക്ക് സാധിക്കില്ല. എന്താ പറയണറിയോപ്പോൾ, ജഗന്നാഥനും ത്രിലോകരക്ഷകനുമായ രാമ രക്ഷിച്ചാലെന്ന് പറഞ്ഞുല്ലോ. എന്നിട്ട് പറഞ്ഞു, ഈ സമസ്ത ലോകത്തിനെയും സൃഷ്ടിച്ച് നിന്തിരുവടി എന്നെ ഇങ്ങനെ ഒരു ജഡമായിട്ടുള്ള പ്രകൃതിയായിട്ട് സൃഷ്ടിച്ചതും അങ്ങല്ലേ. അപ്പോൾ അങ്ങയാൽ നിശ്ചയിക്കപ്പെട്ട സ്വഭാവത്തിനെ മാറ്റാൻ വേറെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ജഡസ്വഭാവനായിട്ടുള്ള ഞാൻ വേഗം വിചാരിച്ചത്ര വേഗത്തിൽ അങ്ങേ ആദരിക്കാൻ വേണ്ടി വരാത്തതിൽ എന്നെ കുറ്റം പറയണ്ട. കാരണം എൻ്റെ ജഡസ്വഭാവം കൊണ്ടാണ്. ആ ജഡസ്വഭാവത്തിന് ഉത്തരവാദി അങ്ങല്ലേ. എനിക്ക് ഈ ജഡസ്വഭാവം തന്നത് അങ്ങാണല്ലോ. എൻ്റെ ജഡസ്വഭാവം കൊണ്ടാണ് അങ്ങ് വന്നപ്പോൾ ഞാൻ പിന്നെന്താണ് ആദരിക്കാൻ വരാൻ വൈകിയത്. അതുകൊണ്ട് എൻ്റെ ദോഷം കൊണ്ടല്ല, അങ്ങ് തന്ന ഈ ജഡസ്വഭാവം കൊണ്ട് തന്നെയാണ് ഞാൻ വൈകിയെത്തിയത്. അങ്ങന്ന് കൽപ്പിച്ച് തന്നതായിട്ടുള്ള ആ സ്വഭാവത്തിൻ്റെ ഫലം ആണ് എനിക്ക് ഈ ജഡസ്വഭാവം എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച പറ്റിയത്. അതായത് അങ്ങ് വന്നത് അറിയാതെ ആദരിക്കാൻ വൈകിപ്പോയത് അങ്ങ് തന്നെ എനിക്ക് തന്ന സ്വഭാവത്തെ പ്രകൃതിയിലുള്ള സ്വഭാവമാണ് എൻ്റെ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അതായത് എൻ്റെ പ്രകൃതിയിലുള്ള സ്വഭാവം അനുസരിച്ചാണ് ഞാൻ പെരുമാറിയത്. അതുകൊണ്ടാണ് അങ്ങേ ആദരിക്കാൻ വൈകിയത്. എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമ അർഹിക്കുന്നവനാണ്. കാരണം എൻ്റെ കുറ്റം കൊണ്ടല്ല, എൻ്റെ പ്രകൃതിയിലുള്ള സ്വഭാവം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് പഞ്ചഭൂതങ്ങളിലൊന്നല്ലേ ജലം. അപ്പോൾ അത്ര വേഗം വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ വൈകിത പറയണമെങ്കിൽ നാളെ തന്നെ നമുക്ക് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ പറയാം കേട്ടോ, അല്ലെങ്കിൽ വൈകും. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമഃ. ഗുരുവായൂരപ്പ ശരണം.